അപ്പുറത്തേക്ക് അവർക്ക് കൊടുത്തിട്ടില്ല. കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. സർക്കാരിന് അതിന് കാശ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് പ്രസക്തമായ ഒരു കാര്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രി സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ, കൊട്ടിഘോഷിച്ച് ആഘോഷിക്കാൻ 100 കോടി രൂപ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ സർക്കാർ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ സഹായിക്കാൻ, അവരുടെ കണ്ണീര് കാണാൻ ഉത്തരവാദിത്തപ്പെട്ട പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ വിഷയം മറന്ന് അവരെ ആഘോഷ പരിപാടികളുമായിട്ട് മുഖ്യമന്ത്രി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും സർക്കാരിന്റെ ചെലവിൽ പാർട്ടി അടിസ്ഥാനത്തിലുള്ള യോഗങ്ങൾ ചേരുകയാണ്. 100 കോടി രൂപയാണ് അതിന്റെ പ്രചരണ പ്രവർത്തന പരിപാടികൾക്കായിട്ട്. ആ പൈസ ഉണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് അവർ ജോലി നഷ്ടപ്പെട്ടവരാണ്, വീട് നഷ്ടപ്പെട്ടവരാണ്, സ്ഥലം നഷ്ടപ്പെട്ടവരാണ്, ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകേണ്ടി വന്നവരാണ്. ദുരന്ത ബാധിതരുടെ കരച്ചിൽ കാണാതെ കേൾക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സർക്കാരിന്റെ 4ാം വാർഷികം കൊടിപൂരം ആഘോഷിക്കാൻ, ഞാൻ ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രി കേരളത്തിൽ ഒരു വർഷം മുൻപ് ഒരു നവകേരള യാത്ര നടത്തിയിരുന്നല്ലോ. കൽപ്പറ്റ വന്നില്ലേ, മാനന്തവാടി വന്നില്ലേ, ബത്തേരി പോയില്ലേ, ഇരിട്ടിയിൽ വന്നില്ലേ, കോഴിക്കോട് പോയില്ലേ? മന്ത്രിമാർ 20 മന്ത്രിമാരും ഒരു ബസ്സിൽ കയറി, പുറകെ 20 കാറുമായി എല്ലാ മന്ത്രിമാരും യാത്ര ചെയ്തില്ലേ? കൽപ്പറ്റയിൽ എന്തെങ്കിലും ഒരു 10 രൂപയുടെ സഹായം ആ മുഖ്യമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് കിട്ടിയോ? MLA-മാരോട് പറഞ്ഞിരുന്നു. IC-ക്ക് കിട്ടിയോ? MLA-മാരോട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ആ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് 7 കോടി രൂപ തരുന്നു. 7 കോടി രൂപയുടെ എന്തെങ്കിലും ഒരു പദ്ധതി തരുന്നു. പറഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? എനിക്ക് കിട്ടിയില്ല, സിദ്ദിഖിന് കിട്ടിയില്ല, IC-ക്ക് കിട്ടി. നിർദ്ദേശം കൊടുക്കാഞ്ഞിട്ടല്ല. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി കൊട്ടിഘോഷിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ നവകേരള സദസ് തികഞ്ഞ പരാജയമായിരുന്നു. ഇപ്പോൾ 4ാം വാർഷികവും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പരിപാടി മാത്രമാണ്. അതുകൊണ്ടാണ് UDF 20-ാം തീയതി കരിദിനമായിട്ട്, സർക്കാരിന്റെ 4ാം വാർഷികത്തെ കരിദിനമായിട്ട് ആചരിക്കാൻ UDF നിർബന്ധിതമായിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൈയടിച്ചു. കാരണം അതൊരു ചോദ്യമായിരുന്നു. ഇപ്പോഴും ആ ചോദ്യം നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുകയാണ്. എന്തിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നത്? എന്ത് സഹായമാണ് കേന്ദ്രം ഈ കാര്യത്തിൽ ചെയ്തത്? സംസ്ഥാന സർക്കാർ ഈ ദുരന്തത്തിന് സഹായത്തിനായിട്ട് എല്ലാ മേഖലയിൽ നിന്നും ഫണ്ട് സ്വീകരണത്തിന് പരിപാടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും IC ബാലകൃഷ്ണനും സിദ്ദിഖും ഞാനും ഉൾപ്പെടെയുള്ള ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ MLA-മാരെല്ലാവരും MP-മാരെല്ലാവരും അവരുടെ 1 മാസത്തെ ശമ്പളം കൊടുത്തു. നാട്ടുകാര് എല്ലാവരും പൈസയ്ക്ക് അനുസരിച്ച് അവരുടെ കഴിവിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തെ പണക്കാര്, മലയാളികളായ യൂസഫ് അലി സാഹിബ് ഉൾപ്പെടെയുള്ള പണക്കാരും എല്ലാവരും അവരാൽ കഴിയുന്ന രവി പിള്ളയും മറ്റും എല്ലാം സഹായിച്ചു. സർക്കാർ ജീവനക്കാരെ സഹായിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ സഹകരണ സ്ഥാപനങ്ങളും അതിൽ സമാഹരിച്ചു. 863 കോടി രൂപ സർക്കാരിന് ഒരു പ്രയാസവുമില്ലാതെ കിട്ടി. ഇതിനായിട്ട് സർക്കാരിന്റെ പൈസ, ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് വലിയ പൈസ ചെലവഴിക്കാതെ തന്നെ അതുപോലെ നിരവധിയായ സഹായ വാഗ്ദാനങ്ങൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ, മുസ്ലിം ലീഗ് പാർട്ടി തന്നെ നമുക്കറിയാം ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ വലിയൊരു സംഖ്യ സമാഹരിച്ചുകൊണ്ട് ഇതിലെ പങ്കാളിയായി. കർണാടകത്തിലെ ഗവൺമെന്റ്, രാഹുൽജി, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിവിധ സംഘടനകൾ, വിവിധ മതസംഘടനകൾ, അവരെല്ലാവരും സഹായ വാഗ്ദാനം ചെയ്യുകയല്ല, അത് പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ബദ്ധശ്രദ്ധരായി. എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ വീട് വെക്കണം, ആരെ സഹായിക്കണം എന്നിങ്ങോട്ട് ചോദിച്ചു സർക്കാരിനോട്. സർക്കാരിന്റെ അങ്ങോട്ടുള്ള ഉത്തരവിന് ആവശ്യത്തിന് കാത്തു നിൽക്കാതെ ഇങ്ങോട്ട് ചോദിക്കുകയാണ് എല്ലാ സംഘടനകളും ചെയ്തത്. പക്ഷെ ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുകയാണ്. ആ പ്രശ്നങ്ങൾ സഹിച്ച ആളുകൾ ഇപ്പോഴും പ്രയാസത്തിലാണ്. അവരുടെ വീടിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ അവർ ഇവിടെ അലീക്ക പറഞ്ഞ പോലെ നമുക്കറിയാം, ഞാൻ തന്നെ വന്ന് ഒരു സമരം ഉദ്ഘാടനം ചെയ്തു. പിറ്റേ ദിവസമാണ് റവന്യൂ മന്ത്രി വന്ന് ഒരു ചർച്ച നടത്തി കുറെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് വീണ്ടും സമരത്തിന് നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന അവസ്ഥ കേരളത്തിലെ സർക്കാർ ഇവിടെ മനഃപൂർവ്വം ഉണ്ടാക്കിയിരിക്കുന്നു. കരഞ്ഞാലും പാല് കിട്ടുന്നില്ല. അതുകൊണ്ട് ഒച്ചത്തിൽ കരയാൻ, ഒന്നിച്ച് കരയാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു. നിങ്ങളുടെ ഈ സമരത്തിന് എല്ലാ വിജയങ്ങളും എല്ലാ പിന്തുണയും കേരളത്തിലെ കോൺഗ്രസിന്റെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ, കേരളത്തിലെ നല്ലവരായ ജനങ്ങളുടെ എല്ലാ സഹായവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ വിഷയത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ജനപ്രതിനിധികളെ വിളിക്കണം, രാഷ്ട്രീയ സംഘടനകളെ വിളിക്കണം.
നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണം, അലംഭാവം വെടിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ധർമ്മ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. കളക്ടറേറ്റിൽ യോഗം ചേർന്നു. സിദ്ദിഖ് ആ യോഗത്തിൽ സംബന്ധിച്ച് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പിന്നീട് നിയമസഭാ സമ്മേളനം ചേർന്നപ്പോൾ ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA നിന്നുകൊണ്ട് ദിവസങ്ങൾ ഉറക്കമൊഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ കഠിനാധ്വാനം ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ MLAയും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്തും എല്ലാവരും ചേർന്ന് അവര് പ്രസിഡന്റ് അദ്ദേഹം പുതിയ പ്രസിഡന്റ് പദവിയിലേക്ക് ചുമതല ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിൽ നടത്തുന്ന ആദ്യത്തെ പ്രക്ഷോഭം അത് മുണ്ടകയിലെ ചൂരൽമലയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് അദ്ദേഹത്തോട് തീർത്താൽ തീരാത്തതായ നന്ദിയും കടപ്പാടും മാത്രമല്ല, അദ്ദേഹമുള്ള കേരളത്തിലെ പോരാട്ടത്തിന്റെ തുടക്കം ഈ കൽപ്പറ്റയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. മലയോര മണ്ണിന്റെ രുചിയും അതിന്റെ വിയർപ്പിന്റെ ഗന്ധവുമുള്ളതായ സണ്ണി ജോസഫ് MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദിനപത്ര കൊടുക്കാൻ ഒരു കാര്യത്തിലും സർക്കാരിന് നടപടിയില്ല. ഭാവനയാണോ പറയുന്നത്? എല്ലാവരും ഈ വിഷയങ്ങൾ ഇപ്പോൾ വിഷയത്തിന് വഴിതിരിച്ചു വിടാൻ ചീഫ് സുധാകരൻ കാണിക്കുന്ന ഒരു ഗിമ്മിക്കാണോ ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആണ്? അല്ലാതെ വിഷയത്തിന് വഴിതിരിച്ചു വിടാനോ അല്ലെങ്കിൽ പുള്ളിക്ക് പാർട്ടിയിലെ പുള്ളിക്കൊരു പരിഗണന കിട്ടാതെ വന്നപ്പോൾ പുള്ളി ഒരു വാർത്താപ്രാധാന്യം നേടാൻ വേണ്ടി പറയുന്നതാണോ? പിന്നെ തിരിഞ്ഞ് പലയിടത്തും ഇങ്ങനെ നടത്തുന്നുണ്ടോ?